പ്രിയമുള്ളവരെ, ഏവർക്കും എൻ്റെ ആത്മനമസ്തേ. ഇന്ന് നമുക്ക് ശക്തമായിട്ടുള്ള ഓറയുള്ള ആളുകളുടെ ലക്ഷണങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മളുടെ തന്നെ ഓറ എത്രമാത്രം ശക്തമാണെന്നും ഇനി ആ ഓറ ആവശ്യത്തിന് ശക്തമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഓറയെ കൂടുതൽ ശക്തിപ്പെടുത്തി എടുക്കാം എന്നുള്ളതിനെ പറ്റിയും, അതുപോലെ തന്നെ ഓറ ശക്തിപ്പെടുത്തി എടുക്കുന്നതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്കുണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയും നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഓറ എന്താണെന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഓറ എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളുടെയും ശരീരത്തെ ചുറ്റി ശരീരത്തിനകത്തും പുറത്തുമായിട്ട് നിലനിൽക്കുന്ന ബയോമാഗ്നറ്റിക് ഫീൽഡിനെയാണ് ഓറ എന്ന് പറയുന്നത്. എല്ലാ ജീവജാലങ്ങളിലും ഓറയുടെ സാന്നിധ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ശരീരത്തെ ചുറ്റിയുള്ള ബയോപ്ലാസ്മിക് ബോഡി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അതായത് നമ്മുടെ മെറ്റാഫിസിക്കൽ ബോഡിയാണ് ഓറ എന്ന് പറയുന്നത്. ഫിസിക്കൽ ബോഡി എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ട് അറിയാവുന്നതാണ്. ആ ബോഡിയെ ചുറ്റി നമുക്ക് തൊട്ടറിയാവുന്ന നമ്മുടെ ഈ ഫിസിക്കൽ ബോഡിയെ ചുറ്റി ആ സൂക്ഷ്മമായി നിലനിൽക്കുന്ന എനർജി ബോഡിയെയാണ് നമ്മൾ ഓറ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഊർജ്ജ ശരീരത്തെയാണ് നമ്മൾ ഓറ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് വിവിധങ്ങളായിട്ടുള്ള മൂലകങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ശരീരം നിലനിൽക്കുന്നത്. ഇപ്പം ഭക്ഷണമായിട്ടും വെള്ളമായിട്ടും വായുവായിട്ടും ഒക്കെ ഓരോ കാര്യങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ശരീരം നിലനിൽക്കുന്നത്. എന്നാൽ ഈ കാര്യങ്ങൾ മാത്രം പോരെ ശരീരത്തിൽ നിലനിൽക്കാനായിട്ട്, മറിച്ച് ഈ പ്രപഞ്ചത്തിലുള്ള പ്രാണോർജ്ജവും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആ പ്രാണോർജ്ജം സ്വീകരിക്കപ്പെടുന്നത് നമ്മുടെ ഈ ഊർജ്ജ ശരീരത്തിലാണ്. അപ്പോൾ അങ്ങനെ ഊർജ്ജ ശരീരം ശക്തമായിരുന്നെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഓറ ശക്തമായിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള ആരോഗ്യവും ശരിയായിട്ടുള്ള ചിന്തകളും ശരിയായിട്ടുള്ള മാനസിക ആരോഗ്യവുമൊക്കെ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ശാരീരികാരോഗ്യം മാത്രമല്ല, മാനസിക ആരോഗ്യത്തെയും ഓറ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ ഓറ ശക്തമാണോ എന്നറിയാനായിട്ട് നമുക്ക് ആ വ്യക്തിയെ പല രീതിയിൽ സ്കാൻ ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് വെറും കൈ കൊണ്ട് തന്നെ ഓറ സ്കാൻ ചെയ്യാനായിട്ട് നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. ഓറയുടെ സാന്നിധ്യം കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ പഠിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ക്രില്ലിയം ഫോട്ടോഗ്രാഫിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഓറയുടെ ചിത്രങ്ങൾ എടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള രീതിയിൽ നമുക്ക് ഓറയുടെ സാന്നിധ്യം നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഓറ നമ്മുടെ ചക്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓരോ ചക്രങ്ങളിലും ഉള്ള എനർജിയുടെ ഏറ്റക്കുറച്ചുകൾക്കനുസരിച്ച് അതാത് ചക്രങ്ങളിലെ ഓറ കുറഞ്ഞോ കൂടിയോ ഒക്കെ ആണ് നിലനിൽക്കുന്നത്. അപ്പോൾ ചക്രങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതായത് ഇപ്പം മൂലാധാര ചക്രത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുണ്ടെങ്കിൽ ആ മൂലാധാര ചക്രത്തിൻ്റെ ഓറ പരിശോധിക്കുന്ന സമയത്ത് ആ ഓറ അവിടെ വളരെ കുറവായിട്ടായിരിക്കും കാണപ്പെടുന്നത്. മറ്റുള്ള ചക്രങ്ങളുടെ ഓറ അനുസരിച്ച് ആ മൂലാധാരത്തിൻ്റെ ഓറ വളരെ കുറവായിട്ടായിരിക്കും കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ മൂലാധാര ചക്രത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എനർജി കൊടുത്തുകൊണ്ട് ആ മൂലാധാര ചക്രത്തെ ഹീൽ ചെയ്തുകൊണ്ട് ആ ഓറ ശക്തിപ്പെടുത്തി എടുക്കേണ്ടതാണ്. അപ്പോൾ ഓറ ശക്തമായിട്ടുള്ള ആളുകളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓറ ശക്തമായിട്ടുള്ള ആളുകളെ നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് അവർക്ക് ഒരു പ്രത്യേക ചൈതന്യം അവരുടെ ചുറ്റിനും എപ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് ഒരു പ്രത്യേക ചൈതന്യമുള്ള ആളുകളായിരിക്കും ശക്തമായ ഓറയുള്ള ആളുകളെന്ന് പറയുന്നത്. അതായത് അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ തന്നെ അവരിലേക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ആകർഷണം നമുക്ക് തോന്നുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ തന്നെ നമുക്കൊരു വലിയൊരു സമാധാനവും സന്തോഷവും നമ്മുടെ മനസ്സിൽ അനുഭവപ്പെടും എന്നുള്ളതാണ് വാസ്തവം. അതായത് ശക്തമായ ഓറയുള്ള ആളുകളെ കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അവരുടെ സമീപത്ത് നമ്മൾ പോയി ഇരിക്കുമ്പോൾ തന്നെ വളരെ നമ്മൾ എത്ര ടെൻഷനാണെങ്കിലും സ്ട്രെസ് ആണെങ്കിലും നമുക്ക് വളരെ ഒരു സമാധാനവും ഒരു സന്തോഷവുമൊക്കെ അനുഭവപ്പെടും. അതുപോലെ തന്നെ ശക്തമായ ഓറയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ വലിയ ഒരു ഹീലിംഗ് എനർജി അവരിലുണ്ടായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതായത് അവർ വെറുതെ കൈവച്ച് അനുഗ്രഹിച്ചാൽ തന്നെ ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് അവിടെ നടക്കുമെന്നുള്ളതാണ്. നമുക്ക് എത്ര ശക്തമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർ നമ്മളെ ഒന്ന് അനുഗ്രഹിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ആ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോകാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ഹീലിംഗ് പ്രോസസ്സ് നമ്മളിൽ നടക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശക്തമായ ഓറയുള്ളവരെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ, പ്രത്യേകിച്ചും കുഞ്ഞു കുട്ടികളും അതുപോലെ തന്നെ പക്ഷികളും മൃഗങ്ങളും ഒക്കെ അവരിലേക്ക് ആകർഷിക്കപ്പെടുന്നത് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവരുടെ ഇമ്മ്യൂണിറ്റി പവർ വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിലുള്ള രോഗങ്ങളും ദുരിതങ്ങളും ഒന്നും ഇവരെ ഏശുന്നില്ല എന്ന് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ കോമൺ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ശക്തമായ ഓറയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ സമൂഹത്തിൻ്റെ തന്നെ ഒരു മുതൽക്കൂട്ടാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം അവർ ഇരിക്കുന്നിടത്ത് ആ ഒരു വലിയ ഒരു ഊർജ്ജത്തിൻ്റെ പ്രവാഹം സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ബുദ്ധ ഭഗവാനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ബുദ്ധ ഭഗവാൻ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ പോലും പുഷ്പിക്കുന്നതായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ ശക്തമായ ഓറയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചക്രങ്ങൾ പൂർണ്ണമായി പ്രദർശനമായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ എല്ലാ തലങ്ങളിലും ഒരു സന്തുലിതാവസ്ഥ പ്രാപിച്ചവരായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ തന്നെ ഒരു വളരെ വലിയ ഒരു ചൈതന്യം, ഒരു ശാന്തത നമുക്ക് അനുഭവപ്പെടുന്നതാണ്.
അപ്പോൾ ഇനി ഓറ ശക്തമല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഓറ ശക്തമാക്കി എടുക്കാൻ പറ്റുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓറ ശക്തമാക്കി എടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗം എന്ന് പറയുന്നത് മെഡിറ്റേഷനാണ്. അതായത് മെഡിറ്റേഷനിലൂടെയാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഓറയെ ശക്തമാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നത്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ സംഭവിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്, ഒരു അവസ്ഥയാണ്. അപ്പോൾ മെഡിറ്റേഷനിലേക്ക് നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ഓറ ശക്തമായി തീരുകയും ഓരോ ചക്രങ്ങളും പ്രവർത്തനക്ഷമമായി തീർന്നുകൊണ്ട് ഓറ ശക്തമായി തീരുവാനായിട്ട് തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഓറയെ ശക്തമാക്കാനായിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത്, മെഡിറ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് എങ്ങനെയാണ് ആ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രീതിയിൽ ഓറയെ ശക്തമാക്കാനായിട്ടുള്ള മെഡിറ്റേഷൻ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഒന്നെങ്കിൽ ഓരോ ചക്രങ്ങളുടെ ബീജാക്ഷരങ്ങളെ ചാൻറ്റ് ചെയ്തുകൊണ്ടുള്ള മെഡിറ്റേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓറ പെട്ടെന്ന് തന്നെ ശക്തമായി തീരും. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ചക്രങ്ങളിൽ എനർജിയുടെ ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ബ്ലോക്കേജ് മാറുകയും അല്ലെങ്കിൽ ആ ഡെഫിഷ്യൻസി മാറി കിട്ടുകയും ആ ചക്രങ്ങൾ പ്രത്യക്ഷമാവുകയും ചെയ്യും. അപ്പോൾ ആ ചക്രങ്ങളുമായി ബന്ധപ്പെട്ട ഓറ അതിശക്തമായിട്ട് തീർക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. ചക്രങ്ങളിലെ ബീജാക്ഷരങ്ങൾ നിങ്ങൾക്കറിയാം. മൂലാധാരത്തിൻ്റെ ലം എന്ന് പറയുന്ന ബീജാക്ഷരമാണ്. സ്വാധിഷ്ഠാനത്തിൻ്റേത് വം എന്ന് പറയുന്ന ബീജാക്ഷരമാണ്. മണിപൂരത്തിൻ്റേത് രം ആണ്. അനാഹത്തിൻ്റേത് യം എന്ന് പറയുന്ന ബീജാക്ഷരമാണ്. വിഷ്ണുയുടേത് ഹം എന്ന് പറയുന്ന ബീജാക്ഷരമാണ്. ആജ്ഞയുടേത് ഓംകാരമാണ്. ഓം എന്ന് പറയുന്ന പ്രണവ മന്ത്രമാണ്. അതുപോലെ തന്നെ സഹസ്രാരത്തിൻ്റേത് എന്ന് പറയുന്ന ബീജാക്ഷരമാണ്. അപ്പോൾ ഈ ബീജാക്ഷരങ്ങളെ ചാൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതാത് ചക്രങ്ങളുടെ ഓറ ശക്തമാക്കി എടുത്തുകൊണ്ട് നമുക്ക് ആ ചക്രങ്ങളെ പ്രദർശനമാക്കി എടുക്കുകയും ആ ചക്രങ്ങളുടെ ഓറ ശക്തമാക്കി എടുക്കുകയും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ചക്രങ്ങളുടെ ഫ്രീക്വൻസി വെച്ചിട്ടുള്ള മ്യൂസിക്കുകളെ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ധ്യാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ചക്രങ്ങളെ പെട്ടെന്ന് തന്നെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം ചക്രങ്ങളുടെ ഓറ ശക്തമാക്കി തീർക്കുവാനായിട്ടും സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഓറയെ ശക്തമാക്കി എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ ആദ്യം പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നമ്മളിൽ ഓരോന്നായിട്ട് തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടും, നമ്മുടെ ആരോഗ്യം കൂടും, അതുപോലെ തന്നെ നമ്മുടെ ആയുസ് വർദ്ധിക്കും, മറ്റുള്ളവരുമായിട്ടും ശക്തമായിട്ടുള്ള നല്ല നല്ല ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ധാരാളം ധനാത്മകത നമ്മളിലേക്ക് വന്നു ചേരുവാനായിട്ട് ഇടയാവും. നമ്മൾ ആഗ്രഹിക്കുന്നത്രയും ധനത്തെ നമുക്ക് ആകർഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ശക്തമായ ഓറ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മളിലേക്ക് ആകർഷിക്കുവാനായിട്ട് നമ്മുടെ ഓറ ശക്തമായി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ സാധിക്കുന്നതാണ്. ഓറ ശക്തമാക്കാനായിട്ട് മെഡിറ്റേഷൻ മാത്രമല്ല, അതുകൂടാതെ തന്നെ ഇപ്പോൾ യോഗാസനങ്ങൾ പരിശീലിച്ചുകൊണ്ടും അതുപോലെ തന്നെ പ്രാണായാമങ്ങൾ പരിശീലിച്ചുകൊണ്ടും ഒക്കെ നമുക്ക് ഓറയെ ശക്തമാക്കി എടുക്കാം. പ്രാണായാമങ്ങളൊക്കെ പരിശീലിക്കുന്ന സമയത്ത് നമ്മുടെ എനർജി ബോഡി കൂടുതൽ ശക്തമാകും, നമ്മുടെ പ്രാണൻ്റെ ഒഴുക്ക് കൂടുതൽ ശക്തമാകും. അതിലൂടെ നമ്മുടെ ഓറ കൂടുതൽ ശക്തമായി തീരും. അതുപോലെ തന്നെ ചില പ്രത്യേകമായ യോഗാസനങ്ങളിലൂടെ നമുക്ക് ഓറയെ ശക്തമാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചില പ്രത്യേകമായിട്ടുള്ള മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണങ്ങളിലെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടും ഒക്കെ നമുക്ക് ഓറയെ ശക്തമാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്വയമേവ നിങ്ങളുടെ ഓറയെ നിരീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ഓറ എത്രമാത്രം ശക്തമാണ് എന്നുള്ളത് വിലയിരുത്തുക. അതിനുശേഷം കൂടുതൽ ആ ഓറയെ ശക്തമാക്കി തീർക്കാനായിട്ട് ഈ പറഞ്ഞ ധ്യാന മാർഗ്ഗങ്ങളോ അല്ലെങ്കിൽ മറ്റ് മാർഗ്ഗങ്ങളോ കൈക്കൊള്ളുക. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് ബേസ് ചെയ്യുന്നത് ഈ ചക്രങ്ങളുമായി ബന്ധപ്പെട്ട ഓറയും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ചക്രങ്ങളുടെ എനർജി നമ്മൾ പരിശോധിക്കുകയും ഏതെങ്കിലുമൊക്കെ ചക്രങ്ങളിൽ എനർജിയുടെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആ ചക്രങ്ങളെ പ്രത്യേകമായി എടുത്ത് പഠിച്ച് ആ ചക്രങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള എനർജിയെ സപ്ലൈ ചെയ്തുകൊണ്ട് എല്ലാ ചക്രങ്ങളുടെയും എനർജി ബാലൻസ് ചെയ്യുകയും അങ്ങനെ ഓറയെ ശക്തമാക്കി തീർത്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 5 ലെയറുകളിൽ, അതായത് പഞ്ചകോശങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. പഞ്ചകോശങ്ങളെന്ന് പറയുമ്പോൾ അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം എന്നീ 5 കോശങ്ങളാണ്. ഈ 5 ലെയറുകളെയും സസൂക്ഷ്മമായിട്ട് പഠിച്ചാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഈ ഓരോ ലെയറുകളിലും ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി ആവശ്യമായിട്ട് ഉള്ള എനർജി സപ്ലൈ ചെയ്തുകൊണ്ട് ഓരോ ലെയറുകളെയും ശക്തിപ്പെടുത്തി എടുത്തുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകളിൽ പങ്കെടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പെട്ടെന്ന് തന്നെ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ അവരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിലേക്കൊക്കെ വരാനായിട്ട് സാധിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പം തന്നെ നിങ്ങളുടെ ഓറ കൂടുതൽ ശക്തമാക്കി എടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ധ്യാന മാർഗ്ഗങ്ങളൊക്കെ അവലംബിച്ചുകൊണ്ട് നിങ്ങളുടെ ഓറ ശക്തമാക്കി എടുക്കുക. അങ്ങനെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജീവിതം അങ്ങേയറ്റം സന്തോഷവും സമാധാനവും ഉള്ളതാക്കി മാറ്റിക്കൊണ്ട് ഒരു പുതിയ മനുഷ്യരായി തീരുവാനായിട്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം യാഷ. Yasha Living, synchronizing the art, tactics and spirituality.